ജീവനക്കാരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഭരണനേട്ട സന്ദേശം അയച്ചതിൽ ഹൈക്കോടതിയിൽ സർക്കാരിന് വൻ തിരിച്ചടി. കൂടുതൽ സന്ദേശങ്ങൾ അയക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കോടതി വിലക്കേർപ്പെടുത്തി. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്ന് രൂക്ഷ വിമർശനം നടത്തിയ കോടതി ഇനി സന്ദേശങ്ങൾ അയക്കില്ല എന്ന് ഉറപ്പു നൽകണമെന്നും നിർദ്ദേശിച്ചു. നടപടിയെ സ്വാഗതം ചെയ്തും മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചും പ്രതിപക്ഷം രംഗത്തെത്തി. ജനങ്ങളുടെ മുമ്പിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, സാധാരണക്കാരന്റെ മുൻപിൽ മുഖമില്ലാതെ പോയ ഒരു മുഖ്യമന്ത്രി, ആ മുഖത്തിന് ഷേപ്പ് മാറ്റാൻ, ഒന്ന് നന്നാക്കിയെടുക്കാൻ, മുഖം മിനുക്കാൻ ഉപയോഗിച്ച ഒരു നാടകമായിരിക്കാം ഇത്. അതിന്റെ പേരിൽ പക്ഷേ സാധാരണക്കാരന്റെ ഡാറ്റ ഏജൻസികളിലേക്ക് കൊടുക്കാൻ, ജീവനക്കാരന്റെ ഡാറ്റ കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ്? കേരളം കണ്ട ഏറ്റവും വലിയൊരു ഭീകരമായ അഴിമതിയായിട്ട് ഈ ഡാറ്റ ചോർച്ച മാറുകയാണ്. ചീഫ് മിനിസ്റ്റർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ. ഇന്ന് കോടതി വിധിയും കൂടെ വന്ന സാഹചര്യത്തിൽ ആ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് കേരളം വിളിക്കേണ്ടി വരുമോ? അതേസമയം നവകേരള സർവേയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ ആശ്വാസം. സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തുന്നതിൽ തെറ്റെന്താണെന്ന് കോടതിയുടെ ചോദ്യം. സ്റ്റേ പിൻവലിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഹൈക്കോടതി വിധി വളരെ കൃത്യമാണ്. അത് ഞങ്ങൾ ഹാജരായി ഞങ്ങൾ ആ സ്റ്റേ പിൻവലിപ്പിക്കും. നവകേരള സർവേ നടത്തുമ്പോൾ CPM സർക്കുലർ DYFIക്കാർക്കും പാർട്ടിക്കാരും വോളണ്ടിയർമാരാകണം. എന്നിട്ട് അവർക്ക് കാശ് കൊടുക്കുന്നവരാ? ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണം തുടർഭരണം ഉറപ്പാക്കണമെങ്കിൽ CPMന്റെ കയ്യിലിരിക്കുന്ന ഫണ്ട് വെച്ച് ചെലവാക്കിക്കോ. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണുവിലേക്കാണ്. വിഷ്ണു, ഈ ജീവനക്കാരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വന്ന ഭരണ നേട്ടം സംബന്ധിച്ചിട്ടുള്ള സന്ദേശം അത് വളരെ ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു, വിവാദമായ ഒരു കാര്യമായിരുന്നു. കാരണം പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ ആരോപണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഹൈക്കോടതിയിലും അതേ കാര്യങ്ങൾ തന്നെയല്ലേ കോടതി ആവർത്തിച്ചത്? ഈ പറഞ്ഞതുപോലെ ഡേറ്റ ചോർച്ച എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെയല്ലേ? അമൃത, ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. കാരണം ഈ DA അനുവദിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടേതായ ഒരു സന്ദേശം സർക്കാർ ജീവനക്കാരടക്കമുള്ള ആളുകൾക്ക് ലഭ്യമായത്. അത് ഭരണ നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ഈ സർക്കാർ ആനുകൂല്യങ്ങളും ഒക്കെ ആയിരുന്നു അതിൽ പ്രതിപാദിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടി എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനം. അതിന് പിന്നാലെയാണ് തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ, അതായത് സ്പാർക്കിൽ നൽകിയിട്ടുള്ള തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് സെക്രട്ടേറിയറ്റ് ജീവനക്കാരടക്കമുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ ഈ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അത് ചോർച്ച നടത്തിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയായിരുന്ന ഹർജി, ആ ഹർജിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പരിഗണിച്ചത്. പ്രഥമ ദൃഷ്ട്യാൽ തന്നെ കോടതി ഉന്നയിച്ച ആദ്യത്തെ ചോദ്യം ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അല്ലേ എന്നുള്ളതായിരുന്നു. എവിടെ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ ആളുകളുടെയൊക്കെ നമ്പറും അവരുടെ വിശദാംശങ്ങളും ലഭിച്ചത്? നിലവിൽ ഇത്തരത്തിലൊരു മെസ്സേജ് അയക്കേണ്ട ഉദ്ദേശം എന്താണുള്ളത്? അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് അത് ഈ ആനുകൂല്യം ഉള്ളവർക്ക് മാത്രമാണ് അയച്ചത്, ഡാറ്റ ചോർന്നിട്ടില്ല, ഒരു പെർട്ടിക്കുലർ ആളുകൾക്ക് മാത്രം അയച്ചു എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. പക്ഷേ അതിനെയും കോടതി എതിർത്തു. കേവലം ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്ക് മാത്രമല്ല, ഇത് ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ, ഇത്തരത്തിലൊരു സന്ദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഡാറ്റകളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. അത് ഡാറ്റ ചോർന്നിട്ടില്ല എങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ബാധ്യസ്ഥതയുണ്ട്. ആ പശ്ചാത്തലത്തിൽ 2 ദിവസത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി ഒഴികെയുള്ള ആളുകൾക്ക് ഹൈക്കോടതി നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം ഈ അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ചയാണ് ഹർജി പരിഗണിക്കുക. അതുവരെ ഇനി ഒരു തരത്തിലുള്ള സന്ദേശവും അയക്കരുത് എന്ന് വളരെ കൃത്യമായി കോടതിയിൽ പറയുകയും കോടതി അത് അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് എഴുതി വാങ്ങുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അമൃത, ഹൈക്കോടതിയിൽ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചടി എന്ന് പറയുമ്പോഴും അത് നവകേരള സർവേയിലേക്ക് വരുമ്പോൾ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരം തന്നെയാണ്. അച്യുതൻ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അച്യുതൻ, നമുക്കറിയാം ഹൈക്കോടതിയിൽ വലിയൊരു തിരിച്ചടി വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഏറ്റതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു സർവേയുമായി മുന്നോട്ട് പോകുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണോ സുപ്രീം കോടതിയുടെ നിരീക്ഷണം? അമൃത, അതായത് ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ധനകാര്യ അനുമതിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേരള ഹൈക്കോടതി ഈ നവകേരള സർവേ റദ്ദാക്കിയത്. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ ചില നിരീക്ഷണങ്ങൾ ഇവിടെ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തി എന്നുള്ളതാണ്. അതായത് സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു മൂല്യനിർണ്ണയം നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നായിരുന്നു ഇന്ന് സുപ്രീം കോടതി എതിർഭാഗത്തിനോട് ചോദിച്ചത്. ഈ എതിർഭാഗം എന്നത് നിലവിലെ ഹൈക്കോടതിയിലെ ഹർജിക്കാരാണ്, സുപ്രീം കോടതിയിലെ എതിർഭാഗം. അപ്പോൾ അവർ പല
രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച ഘട്ടത്തിലായിരുന്നു സുപ്രീം കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. ഒപ്പം തന്നെ ഈ സർക്കാർ നടത്തുന്ന ക്ഷേമ പദ്ധതികൾ അതിൻ്റെ ഒരു മൂല്യനിർണ്ണയം നടത്താനും അത് കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന കാര്യങ്ങൾ പരിശോധിക്കാനും സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർണായക നിരീക്ഷണങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ഒപ്പം തന്നെ ഇതിൽ 20 കോടി ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടി ഇന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. ഇനി ഏപ്രിൽ 13-നാണ് ഈ വിഷയം, ഈ ഹർജി, കേരള സർക്കാരിന്റെ ഹർജി വീണ്ടും പരിഗണനയ്ക്കായി എത്തുക. മറ്റൊന്ന്, ഇന്ന് ഈ എതിർഭാഗം സുപ്രീം കോടതിയെ അറിയിച്ചത് ഒരു പാർട്ടി സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നവകേരള സർവേ നടത്താനായി ഒരുങ്ങുന്നത്. പാർട്ടിയുടെ വോളണ്ടിയർമാരാണ് വീടുകൾ തോറും കയറിയിറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണ്. ഇതൊരു സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയായി കാണാൻ കഴിയില്ല എന്ന കാര്യങ്ങൾ ഇന്ന് എതിർഭാഗം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാന സർക്കാർ അറിയിച്ചത് ചില അനാവശ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരള ഹൈക്കോടതി ഈ നവകേരള സർവേ റദ്ദാക്കിയത് എന്നുള്ളതായിരുന്നു. എന്തായാലും സർക്കാരിന് വലിയ ആശ്വാസമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടു ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി കേസിൽ കക്ഷികൾക്കുൾപ്പെടെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 13-നായിരിക്കും ഈ വിഷയം പരിഗണിക്കുക. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ അറിയിച്ച കാര്യങ്ങൾ, ബജറ്റിൽ വകയിരുത്തിയ തുകയാണ് ഈ സർവേ നടപടികൾക്കായി ഉപയോഗിക്കുന്നത്. മന്ത്രിസഭയുടെ അംഗീകാരമുണ്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ തന്നെ പരാമർശിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.